വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. എല്ലാവരും എൽ ജി എസിന്റെ കൺഫർമേഷൻ കൊടുത്തു എന്ന് വിചാരിക്കണം. എൽ ജി എസിന് മാത്രമല്ല, എൽ ജി എസിനും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറും ബെപ്കോ എൽ ഡി സി അങ്ങനെയൊക്കെയുള്ള പരീക്ഷകൾ എഴുതാൻ പോണവർ ആദ്യം തന്നെ എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക കേട്ടോ. അപ്പോ ഇപ്പൊ നമ്മൾ പറയാൻ പോണത് എന്താ, എൽ ജി എസ് എക്സാമിന്റെ ഡേറ്റ് വന്നു എന്നുള്ള കാര്യമാണ് അല്ലെ. എന്നാ പരീക്ഷ തുടങ്ങണേ? ജൂലൈ 18-ാം തീയതിയാണ് പരീക്ഷ തുടങ്ങണത്. അപ്പൊ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് പ്രിലിംസ് നടക്കണേ. 10th പ്രിലിംസ് എന്നുള്ള രീതിയിൽ അത് നടക്കണേ. എന്താ നമ്മുടെ എൽ ജി എസ് എക്സാം നടക്കണേ അല്ലെ. അതിന്റെ ആദ്യത്തെ ഘട്ടം നടക്കണേ. രണ്ടാമത്തെ ഘട്ടം അഥവാ മെയിൻസ് എപ്പോഴാണ് നടക്കുക? ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലായിട്ടാണ് എന്ത് നടക്കുക? മെയിൻസ് നടക്കുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളൊക്കെ പലരും അറിഞ്ഞു കണ്ടിട്ടുണ്ടാവും, പല ചാനലുകൾ വഴിയും അതുപോലെ തന്നെയൊക്കെ അറിഞ്ഞു കണ്ടിട്ടുണ്ടാവാം. എന്നിരുന്നാലും ടീച്ചർ പറയാണ്, ഒന്ന് രണ്ട് കാര്യങ്ങൾ ടീച്ചർ നിങ്ങളോട് പറയാനുണ്ട്. ഇപ്പൊ ജൂലൈ 18-ാം തീയതിയാണ് എന്ന് അറിഞ്ഞൂലോ. അപ്പൊ നമ്മൾ എല്ലാവരും ഇപ്പൊ ജൂലൈയിലാവാം, ഓഗസ്റ്റിലാവാം, സെപ്റ്റംബറിലാവാം. അപ്പൊ നമ്മുടെ എല്ലാവർക്കും നമ്മൾ ഒരു ധാരണയിൽ എത്താൻ, നമ്മൾക്ക് ജൂലൈ 18-നാണ് പരീക്ഷ. അപ്പൊ ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക, ഇന്നിപ്പോ നമ്മള് ഏപ്രിൽ കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക. ഏപ്രിൽ കഴിഞ്ഞാൽ ഇനി മെയ് മാസം ഉണ്ട്, അതുപോലെ തന്നെ ജൂൺ മാസം ഉണ്ട് അല്ലെ. മെയ്യും ജൂണും മാത്രമേ ഉള്ളൂ. ജൂലൈ 18-ാം തീയതി എക്സാം. അപ്പൊ മെയ് ജൂൺ നമ്മളൊരു 60 ദിവസം എടുത്താൽ മതി. ബാക്കിയുള്ളത് നമുക്കൊരു റിവിഷൻ എന്നുള്ള മേഖലയിലേക്ക് നമ്മൾ മാറിപ്പോവാ. അപ്പൊ മെയ് ജൂൺ എടുത്തിട്ട് റിവിഷനിലേക്ക് പോകാൻ പറയണത് ആർക്ക് വേണ്ടിയിട്ടാ? ഇതുവരെ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ എല്ലാ കുട്ടികളും ചോദിക്കും, ടീച്ചറെ നാളെ തൊട്ട് പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഇനി പഠിച്ചാൽ കിട്ടുമോ? അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ. ഞാൻ പുതിയൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ എന്റെ ലാസ്റ്റ് ചാൻസ് ആണെങ്കിൽ എനിക്ക് പഠിച്ചാൽ കിട്ടുമോ ടീച്ചറെ? അങ്ങനെയുള്ള കമന്റ് ഇടണ്ട മക്കളെ. ടീച്ചർ അതിനുള്ളൊക്കെ ഉത്തര ടീച്ചർ ഇവിടെ പറയാൻ പോണേ. കമന്റ് ബോക്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ എല്ലാ കമന്റ് ഇട്ടോളൂ എന്ന് പറയണില്ല. അതായത് യാഥാർത്ഥ്യം എങ്ങനെയായാലും നിങ്ങളോട് പറയണല്ലോ. നമുക്ക് 2 മാസം ഉണ്ട്. ഈ 2 മാസം കൊണ്ട് ജോലി പഠിച്ചാൽ കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടും, ഉറപ്പാണ്. ഞാൻ ഗ്യാരണ്ടിയാണ്. എന്താണ് ഇങ്ങനെ ഗ്യാരണ്ടി പറയാൻ കാരണം? ഏതെങ്കിലും ഇപ്പൊ ഒരു യൂണിഫോം കാറ്റഗറിയിലുള്ള എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയണേ, ഒരു എൽ ഡി സി എക്സാം ആയിക്കോട്ടെ, അതിനൊക്കെ ഇപ്പൊ ഡിഗ്രി ലെവൽ പോട്ടെ, അത്തരം എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം നിങ്ങളോടാണെങ്കിൽ ടീച്ചർ പറയില്ലേ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നു. പക്ഷേ ഇത് 2 മാസം കൊണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. കാരണം എന്തുകൊണ്ടാണ്? ശരിക്കും പറയുകയാണെങ്കിൽ 5 മുതൽ 10-ാം ക്ലാസ് വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം വായിച്ച് മനസ്സിലാക്കി പോകുകയും മാത്സ് ഭംഗിയായിട്ട് പഠിക്കുകയും ചെയ്താൽ, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഇത്രയും നാളത്തെ ഒരു 2-2.5 കൊല്ലത്തെ കറണ്ട് അഫയേഴ്സ് നോക്കുകയും ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടാവുന്ന ഒരു മേഖലയാണ് ഏത്, എൽ ജി എസ് എന്ന് പറയുന്നത്. ഇപ്പൊ പാവങ്ങളുടെ എൽ ഡി എന്താ പറയാ, IAS എന്ന് നമ്മൾ LDC വിളിക്കുക. പക്ഷെ പാവങ്ങളുടെ IAS എന്ന് LDC അല്ല വിളിക്കേണ്ടത്, LGS വിളിക്കേണ്ടത് ഞാൻ പറയും. കാരണം എന്തുകൊണ്ട് അങ്ങനെ വിളിക്കേണ്ടതെന്ന് പറയണേ. അതായത് നമുക്ക് ഒരു 10-ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടിക്ക് KSFE പോലുള്ള ഒരു സ്ഥാപനത്തിൽ കിട്ടിയാൽ 35,000 എബോവ് ആണ് സാലറി കിട്ടാൻ പോണേ. അപ്പൊ നമുക്ക് അതെന്താണ്, നമുക്ക് കിട്ടണ എന്താ, ഒരു ലോട്ടറി തന്നെയായിട്ട് നമുക്ക് അതിനെ പറയാൻ പറ്റില്ലേ? ലോട്ടറി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാ കാണുന്നത്? അപ്പൊ തൊട്ട്. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, കൺഫർമേഷൻ കൊടുക്കാത്ത കുട്ടികളാണ് കൺഫർമേഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെങ്കിൽ അപ്പൊ തൊട്ട് പഠനം തുടങ്ങുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SCERT ചാപ്റ്റേഴ്സ് പഠിക്കുക. കൃത്യമായ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ പല ടീച്ചേഴ്സും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ആരുടെ വേണമെങ്കിൽ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ക്ലാസ് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും. ഇനി അതല്ല, ക്ലാസ്സുകൾ വേണ്ട, ഹോട്ട് ടോപ്പിക്സ്. നമ്മൾ ഇതിനു മുമ്പൊക്കെ ടീച്ചർ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് പലതും ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സുകൾ ഇട്ടുണ്ട്. അല്ലെങ്കിൽ LGS പഠിക്കേണ്ട ഹോട്ട് ടോപ്പിക്സ് എന്ത് മാത്രം ഏതൊക്കെ പഠിക്കണം എന്നുള്ളത് ഞാനടക്കമുള്ള ധാരാളം ടീച്ചേഴ്സ് ഹോട്ട് ടോപ്പിക്സിന്റെ ടോപ്പിക്കുകൾ ഇട്ടിട്ടുണ്ട്. ആ ഹോട്ട് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക. കറണ്ട് അഫയേഴ്സ് പഠിക്കുക, അതുപോലെ തന്നെ എന്തും പഠിക്കുക, നമ്മുടെ മാത്സും പഠിക്കുക. നിങ്ങളുടെ മുമ്പിൽ 60 ദിവസത്തേക്ക് നിങ്ങൾ ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി 17 ദിവസം എന്താണ്, നിങ്ങൾക്ക് പഠിക്കാൻ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. ഇപ്പൊ 18-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു, എല്ലാവർക്കും ആ 18-ാമത്തെ ദിവസം തന്നെ എക്സാം ആയിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് പിന്നെ ഓഗസ്റ്റിലേക്ക് മാറാം, സെപ്റ്റംബറിലേക്ക് മാറാം. അവർക്ക് കിട്ടണതൊക്കെ ബോണസ് ആയിട്ട് ആ ദിവസങ്ങളൊക്കെ നമ്മൾ ബോണസ് ആയിട്ട് കണക്കാക്കുക. ഇനി നിങ്ങൾ ഇത് എന്റെ ചാനലിൽ സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എന്റെ ചാനലിൽ ഞാനിട്ടേക്കണ വീഡിയോ കാണാൻ വേണ്ടിയിട്ടോ
ആണ് ഞാനിത് പറയണേ നിങ്ങൾ വിചാരിക്കേണ്ട. ഇതൊരു പെയ്ഡ് ആയിട്ട് നമ്മളൊരു ആപ്പ് വഴിയൊന്നും ക്ലാസ് കൊടുക്കുന്ന ഒരു ചാനലാണെന്നറിയാം. വളരെ ചുരുങ്ങിയ സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു ചെറിയ ചാനലാണ് എൻ്റെ. നിങ്ങളുടെ ടീച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചേച്ചി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അമ്മ നിങ്ങളെ ഉപദേശിക്കണ പോലെ മാത്രം നിങ്ങൾ കണക്കിലെടുത്താൽ മതി. ഇപ്പൊ നിങ്ങളുടെ ചാൻസ് പോയി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് മിനിമം 5 കൊല്ലം കാത്തു നിൽക്കാണ്ട് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല. അത് കഴിഞ്ഞാൽ തന്നെ ഈ ചാൻസ് കിട്ടുമെന്ന് നമുക്ക് എന്താ ഉറപ്പ്? ഇനി ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റ് 10ാം ക്ലാസ്സുകാർക്ക് കൊടുത്തോളന്ന് നിർബന്ധമുണ്ടോ? 10ാം ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റണം എന്ന് നിർബന്ധമുണ്ടോ? ചിലപ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻ കൂട്ടിയാൽ എന്താ പറ്റുക? 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പറ്റില്ല എന്നുള്ള ഇത്രയും സാലറി കിട്ടുന്ന ഒരു പോസ്റ്റ്. അപ്പൊ ഈ കുറച്ചും കൂടി ഉയർന്ന എന്താ പറയുന്നത് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ വേണമെന്ന് കമ്പനി ബോർഡ് തീരുമാനിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. കൃത്യമായിട്ട് ഒരു ടൈം ടേബിളോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ 60 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആ ഒരു എന്താ പറയാ ജോലി എന്ന ലക്ഷ്യം നേടാൻ പറ്റും. അപ്പൊ അതിന് ഇപ്പോ ധാരാളം SCRT ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 100 ദിവസത്തെ ഒരു LGSന്റെ ഒരു എന്താ പറയുന്നത് സിലബസ് കംപ്ലീറ്റ് ചെയ്ത പ്ലാനുകൾ നമ്മൾ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. മാത്സിന്റെ ക്ലാസ്സുകൾ 100 ചില്ലാനോളം ക്ലാസ്സുകൾ നമ്മൾ ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടി മാത്രമായിട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി കാണാൻ വേണ്ടിയിട്ടാണ് അപ്ലോഡ് ചെയ്തേക്കണം. ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ അതൊക്കെ കണ്ടു നോക്കുക, അതൊക്കെ കണ്ട് പഠിക്കുക. പഠിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കെടുക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ തന്നെ നമ്മുടെ മനസ്സിൽ എന്താണ്, ഞാനൊരു ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ആയി അല്ലെ, LGS എനിക്ക് കിട്ടി, അല്ലെങ്കിൽ ഫസ്റ്റ് മെയിൻ എന്താ പറയുന്നത് പ്രിലിംസിൽ വന്നു അല്ലെങ്കിൽ മെയിൻസിൽ വന്നു, 2027 അവസാനമായപ്പോഴേക്കും ഞാനൊരു ജോലിക്ക് കയറി എന്നുള്ള സ്വപ്നത്തോടു കൂടി, പകൽ സ്വപ്നത്തോടു കൂടി നിങ്ങൾ എന്താ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയുള്ള സമയം മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ലാപ്പിലോ അങ്ങനെയുള്ളതിലൊന്നും നോക്കിയിരുന്ന് സമയം കളയാണ്ട് അത്രയും എനർജറ്റിക് ആയിട്ട് അത് പഠിക്കാൻ, സ്മാർട്ടായിട്ട് നിങ്ങൾ പഠിക്കാൻ. അതായത് കുറേ ക്ഷീണിച്ച് അവശയായി രാത്രി പാതിര വരെ ഇരുന്ന് അങ്ങനെ പഠിച്ചാൽ നമുക്ക് പഠിച്ച കാര്യങ്ങളൊന്നും പലതും ഓർമ്മയിരിക്കില്ല. നമ്മൾ സ്മാർട്ടായിട്ട് ഇപ്പൊ ക്ലാസ്സുകളാണെങ്കിലും GK ക്ലാസ്സുകളാണ്, ഒട്ടുമുക്കാൽ ഭാഗം GK ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് കേൾക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മൾ ഫോൺ വഴി നമ്മൾ യാത്ര ചെയ്യുമ്പോഴായാലും എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴാണെങ്കിലും, ഇപ്പൊ വീട്ടമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ മക്കളുള്ള ആൾക്കാരാണെങ്കിലും അവരെ ഉറക്കുമ്പോഴായാലും എപ്പോഴൊക്കെ ആയാലും നമ്മൾ ഇത് കേട്ടുകൊണ്ട് നിങ്ങൾ പഠിച്ച് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ. അപ്പൊ GKക്ക് നിങ്ങൾ ഇത്ര ദിവസം എന്ന് പറഞ്ഞ GKക്ക് കൊടുക്കുക. ആ GK ഏത് ടീച്ചേഴ്സിന്റെ ആയിക്കോട്ടെ, എന്റെ അടക്കമുള്ള ഞാനടക്കമുള്ള ഏത് ടീച്ചേഴ്സിന്റെ ആയിക്കോട്ടെ, നല്ല ക്ലാസ്സുകൾ നിങ്ങൾ GK കാണുക. കറണ്ട് അഫയേഴ്സ് ഭംഗിയായിട്ട് ഓരോന്നും കറണ്ട് അഫയേഴ്സ് ഏതൊക്കെ LGSന് പഠിക്കണം എന്നുള്ളത്, കറണ്ട് അഫയേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് നോക്കുക, അതനുസരിച്ച് പഠിക്കുക. അതുപോലെ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹോട്ട് ടോപ്പിക്സ് നോക്കുക, അത് പഠിക്കുക. അങ്ങനെ പഠിച്ച് നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് നേടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോളോ. 60 ദിവസം 75 ദിവസം ഉള്ളൂ, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് അതിനേക്കാൾ കൂടുതൽ കിട്ടിയേക്കാം അല്ലെ. അപ്പൊ എത്ര ദിവസമായാലും നിങ്ങളൊരു 60 ദിവസം കണക്കാക്കിയാൽ മതി മക്കളെ. ആ 60 ദിവസത്തിനുള്ളിൽ ഭംഗിയായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു പ്ലാന്. ഇനി പുതിയ എന്താ പറയാ പുതിയതായിട്ട് വലിയ വലിയ ആർഭാടങ്ങളുള്ള കാര്യങ്ങളൊക്കെ, പുതിയ പുസ്തകം വാങ്ങി ഇപ്പോ അത് പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. LGSന് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു റാങ്ക് ഫെയിലിന്റെ ആവശ്യമില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു റാങ്ക് ഫെയിൽ ഒന്നും നോക്കി പഠിക്കാനൊന്നും ഇപ്പൊ നിൽക്കണ്ട, അല്ലെങ്കിൽ അത് മുഴുവൻ കാണാപ്പാടാൻ പഠിക്കണ്ട. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു റാങ്ക് ഫെയിൽ വാങ്ങിക്കോളൂ, വാങ്ങണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് മാത്രം, ആ ഒരു റെഫറൻസിന് വേണ്ടി മാത്രമായിട്ട് എടുത്തു വെച്ച് SCRT ചാപ്റ്റേഴ്സ് ഒക്കെ ടീച്ചേഴ്സ് ഇടുന്നത് കൃത്യമായിട്ട് കണ്ടു നോക്കുക. അപ്പൊ അങ്ങനെയൊക്കെ കണ്ട് ഭംഗിയായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എല്ലാവർക്കും തീർച്ചയായിട്ടും എന്ത് ലഭിക്കുന്നതായിരിക്കും? ജോലി ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അടുത്ത ദിവസം തൊട്ട് നമ്മൾ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് 2 നേരമായിട്ട് ഹോട്ട് ടോപ്പിക്സ് ഒരു ക്ലാസ്സും അതുപോലെ തന്നെ SCRT വേറെ ക്ലാസ്സും, അങ്ങനെ രണ്ടും മാക്സിമം ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്ത് ഇനി പുതിയ കറണ്ട് അഫയേഴ്സിന്റെ ആവശ്യമില്ല. കാരണം ഇനി മെയിൻസിനെ ആവശ്യം ഉണ്ടാവുള്ളൂ. എന്നാലും നമുക്ക് എന്താ പറയുന്നത്, ഒരു ജൂലൈയിലാണ് ഇപ്പൊ ഏതായി ഏപ്രിലായി, മെയ് ജൂൺ ജൂലൈ 2 മാസം മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ. അപ്പൊ ഏപ്രിൽ മാസം മുഴുവനുള്ളത് വേണമെങ്കിൽ ഒരു മെയ് പകുതി വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചു വെക്കാം. അത് കഴിഞ്ഞതിന് ശേഷം മുമ്പ് പഠിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്ത് നമുക്ക് എന്താ
എന്താ പറയുന്നത്, എന്താ ഹോട്ട് ടോപ്പിക്സ് തന്നെ, കറണ്ട് അഫയേഴ്സ് ഒക്കെ എടുത്ത് നമുക്ക് ഭംഗിയായിട്ട് റിവൈസ് ചെയ്ത് പഠിച്ചു പോവാം. അങ്ങനെ ടീച്ചറുടെ കൂടെ കൂടാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ടീച്ചറുടെ കൂടെ കൂടിക്കോളൂ, ടീച്ചറുടെ ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കിക്കോളൂ. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കൂ. ടീച്ചറുടെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ജോയിൻ ചെയ്യൂ. അപ്പൊ ടീച്ചറുടെ എല്ലാ ക്ലാസ്സുകളും നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ ടീച്ചറുടെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഞാൻ പിന്നെയും പറയാണ്, ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് പറയണതല്ല, യാഥാർത്ഥ്യമാണ്. അതായത് ചില കാര്യങ്ങൾ നമുക്കൊരു ഇടയ്ക്കിടയ്ക്ക് ഒരു മോട്ടിവേഷൻ ഒക്കെ കിട്ടണം, നല്ലതാണ്, നമുക്ക് കുറച്ചൊരു ഉണർവ് വരെ നമുക്ക് പഠിക്കാൻ തോന്നുമൊക്കെ ശരി. പക്ഷെ ഇതൊരു മോട്ടിവേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ യാഥാർത്ഥ്യ കാര്യം മാത്രമാണ് പറയണേ. അതായത് നമുക്ക് കിട്ടും ജോലി 2 മാസം കൊണ്ട്, ഈ ഒരു ടോപ്പിക്കാണ്, അത് ഈ ഒരു എക്സാം ആണ് എന്നുള്ളത് കൊണ്ടും, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സിലബസേ നമുക്ക് പഠിക്കാനുള്ളൂ എന്നുള്ളത് കൊണ്ടും, ആ ഒരു SCRT ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ കുറച്ച് നാളത്തെ PSC 2018 തൊട്ടുള്ള PSC ട്രെൻഡ് അനുസരിച്ച് നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത 100% എന്നുള്ളത് കൊണ്ടൊക്കെയാണ് ഇങ്ങനെ നിങ്ങളോട് പഠിച്ചു മുന്നോട്ട് പോകാൻ പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്. ടീച്ചർ ഒന്നും കൂടെ പറയാണ്, ഓൾ ദ ബെസ്റ്റ് പറയണേക്കാൾ മുന്നേ തന്നെ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക. മെയ് 11-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. കൺഫർമേഷൻ ആദ്യം കൊടുക്കുക, അത് ഭംഗി അവസാന ദിവസത്തേക്ക് വെക്കരുത്. ഈ ക്ലാസ് കേൾക്കുമ്പോൾ അപ്പൊ തന്നെ കൊടുത്തോളൂ. അതിനുശേഷം നിങ്ങൾ പഠനം ആരംഭിക്കുക കേട്ടോ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ.